ഹലോ, എന്താ ഇവിടെ? ഞങ്ങള് അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു അല്ലേ? അതെ, ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട്. അതെ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. നോട്ട് നൗ, ഇപ്പോഴല്ല. നൗ ഇറ്റ് ഇസ് ടു ലേറ്റ്. നിങ്ങളെ ജയിക്കൊന്ന് കാണണം. നാളെ കാലത്ത് നാളെ കാലത്ത്. അതെ, 9:30 around 10 o'clock അല്ലേ? Stop it. ചാച്ച എവിടെ? ചാച്ച എവിടെ? ചാച്ചയെ കിട്ടിയില്ല. അങ്ങനെ ഒരാൾ ആ ഹോട്ടലിൽ താമസമില്ല. നിങ്ങൾ ചാച്ചയെ കണ്ടു, സംസാരിച്ചു, വാനി കയറ്റി. പിന്നെ ചാച്ച എവിടെ? അയ്യോ സാർ, ഞങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടില്ല, വാനി കയറ്റിയില്ല. അങ്ങനെ ആളെ അവിടെ. എത്ര രൂപ കിട്ടി? രൂപയോ? എന്തിന്? ചാച്ചയെ വിട്ടതിന്. അങ്ങനെ പറയല്ലേ സാർ, ഞങ്ങൾ ബിസിനസ്സുകാരല്ലേ. സാർ, ഞങ്ങൾ അങ്ങനെ വഞ്ചിക്കോ? ചാച്ച നിങ്ങൾക്ക് എന്ത് തന്നു എന്നെനിക്ക് പ്രശ്നമല്ല. എനിക്ക് ചാച്ച കിട്ടണം. ഒന്നുകൂടെ ശ്രമിക്കരുതോ? അയ്യോ സാർ, അയാള് ഒറ്റയ്ക്കല്ലായിരുന്നു, അയാളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ വഴി വെച്ച് കൈവിട്ടു പോയത്. അല്ലേ ഞങ്ങൾ വിടുവോ? കൈ തോക്കുണ്ടായിരുന്നല്ലേ? തോക്കുണ്ടായിരുന്നു, പക്ഷെ ആളെ ജീവനോടെ വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ സാർ? സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾ എന്നെ ചതിച്ചു. അത് ഞാൻ ക്ഷമിക്കാം. കാരണം എനിക്ക് ചാച്ച വേണം. നീ വിചാരിച്ച നടക്കും. ഒരവസരം കൂടെ തരാം. അതുവരെ പപ്പ ഇവിടെ നിൽക്കട്ടെ. പപ്പ, നീ വിഷമിക്കണ്ട. നിക്കോളാസ് എന്റെ അതിഥിയായി ഇവിടെ കഴിയും. അയാൾ ഇവിടെ ഇരിക്കട്ടെ, എന്റെ ഒരു ഉറപ്പിന് വേണ്ടി. വിജയ്, വേണ്ട ഫ്രെഡി, ഒരേ ഒരു കാര്യം മാത്രം ഓർത്താ മതി. ചാച്ച നിനക്ക് ചെയ്യാൻ കഴിയും. യു ക്യാൻ ഡു ഇറ്റ് ഫ്രെഡി. നോ, ആദ്യം വാക്ക് പാലിക്കും. അതല്ലേ മര്യാദ, അതല്ലേ ബിസിനസ്. ഗോ. ഓക്കെ, yeah. എന്താ ഫ്രെഡി പറയണേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എല്ലാം എന്റെ തെറ്റാ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയുമില്ല. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എന്റെ പപ്പയെ രക്ഷിക്കണം. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? അത് നടക്കില്ല, അത് പ്രശ്നമാകും. ആദ്യം അകത്ത് വന്നത് ഞാനായിരിക്കും. പിന്നിപ്പോ എന്താ ഒരു വഴി? ഞാനും പപ്പയും ചേട്ടനെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമല്ല. ചേട്ടൻ എന്നെ സഹായിക്കണം.
ഞങ്ങൾ തന്ന ആ പണം തിരിച്ചു തരണം. അത് കൊടുത്താൽ അയാൾ പപ്പയെ വിടും. എങ്ങനെയെങ്കിലും ഞങ്ങൾ ആ പണം തിരിച്ചു തരാം. ഇല്ലെങ്കിൽ ചേട്ടൻ ആ ബോട്ട് വിറ്റോ. പപ്പയില്ലാതെ എനിക്ക് ഫ്രെഡി, ഞാൻ അത്ര ക്രൂരനൊന്നുമല്ല. തെറി വിളിക്കുമ്പോഴൊക്കെ നിങ്ങളോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടേ ഉള്ളൂ. പണം ഞാൻ തരും. നീ ഇനി തിരിച്ചു തന്നില്ലെങ്കിലും ഞാൻ അത് ക്ഷമിക്കും. നീ ചെന്ന് പപ്പയെ വിളിച്ചോണ്ട് വാ. എന്നിട്ടൊരു 4 എണ്ണം അടിച്ച് എന്നെ വന്ന് തെറി വിളിക്കാൻ പറ. നിങ്ങൾ തന്ന 25,000 രൂപ എനിക്ക് എന്റെ പപ്പ വേണം. തരാം. നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി എന്തായി? പണം എത്ര വേണമെങ്കിലും തരാം. ബിസിനസ് ഞാൻ ലാഭം മാത്രമേ നോക്കാറുള്ളൂ. ഐ മീൻ, എനിക്ക് വേണ്ടത് ചാച്ചയാണ്. പ്ലീസ് മിസ്റ്റർ ജെ ജെ, എനിക്കറിയില്ല അയാൾ എവിടെ ഉണ്ടെന്ന്. നിങ്ങൾ കരുതും പോലെ ഞങ്ങൾ നിങ്ങളെ ചതിച്ചിട്ടുമില്ല. എനിക്ക് എന്റെ പപ്പയെ വേണം. നോ ഫ്രെഡി, നിന്റെ പപ്പ ഇവിടെ സുഖമായി കഴിയുന്നു. നീ വെറുതെ സമയം പാഴാക്കുക. നിനക്കത് ചെയ്യാൻ കഴിയും. എത്രയും വേഗം നീ ചാച്ച ഇവിടെ എത്തിച്ചാൽ അത്രയും വേഗം നിനക്ക് നിന്റെ പപ്പ. ചാച്ച ചാച്ച ചാച്ച, എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ പപ്പയെ വേണം. ഐ വാണ്ട് മൈ പപ്പ ബാക്ക്. ലുക്ക് മിസ്റ്റർ ഫ്രെഡി, ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. കൂൾ ഡൗൺ. വിജയ്, ഫ്രെഡിക്ക് അവന്റെ പപ്പയെ കാണിച്ചു കൊടുക്ക്. Come on. പപ്പ എവിടെ? ഉണ്ട്, വാ. പപ്പ എവിടെ എന്നാ ചോദിച്ചേ? ദോ അവിടെ. എന്റെ പപ്പ എവിടെ? കൊണ്ടുപോയി. റെഡി, എനിക്ക് നീ സമാധാനമായിട്ട് വീട്ടിലേക്ക് പോ. നിൽക്കുന്ന അവര് വിടും. ഐ പ്രേ ഫോർ ഹിം. കം ഓൺ, ഗെറ്റ് അപ്പ്. ഫ്രെഡി, നിങ്ങൾ ഞാൻ എവിടെയൊക്കെ തിരക്കി? നീക്കെവിടെ? പപ്പ, അപ്പാജി, എനിക്കറിയാം രണ്ടുപേരെയും. ഫ്രെഡി കരുതുന്ന പോലെ അത്ര നിസ്സാരക്കാരല്ല ജേജയും ചാച്ചയും. നിങ്ങൾ ഇവരുടെ ഇടയ്ക്ക് ചെന്ന് പെട്ടതാണ് ഏറ്റവും വലിയ തെറ്റ്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. പപ്പ ഇല്ലാതെ ഒരു ദിവസം പോലും ഞാൻ കഴിഞ്ഞിട്ടില്ല അപ്പാജി. ഇനിയിപ്പോ നിരാശപ്പെട്ട് കുത്തിയിരുന്നൊരു കാര്യമില്ല. നമുക്ക് നിക്കിനെ അവിടെ നിന്ന് പോക്കണം. അത് ഫ്രെഡി, നിനക്ക് കരുത്തില്ലേ? ധൈര്യമില്ലേ? ഞാൻ കൂടെ നിൽക്കാം. അപ്പാജി, നീ വാടാ.
പപ്പാ 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 റെഡി റെഡി നിക്ക് കമാൺ അതെ ആരോ വരുന്നുണ്ട് Come on. That way. Papa. Papa. Come on. Come on. ഏയ് Papa. Are you all right? പപ്പ അന്ന് പറഞ്ഞതാ വേണ്ടെന്ന്. മമ്മിയുടെ അഭിപ്രായം അത് തന്നെയായിരുന്നു. പപ്പ, ഐ എം റിയലി സോറി. സാരല്ല മോനെ, നമുക്ക് അപകടമൊന്നും സംഭവിച്ചതല്ലോ. ഇപ്പൊ സംഭവിച്ചില്ലെന്നേ ഉള്ളൂ. അവരുടെയൊക്കെ മുമ്പില് നമ്മൾ ഒന്നുമല്ല, അത് മറക്കണ്ട. ഛേ, വല്ലാത്തൊരു കുരിശായി പോയല്ലോ. എന്താ ചെയ്യുക? ആ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വേണ്ട, അത് ബുദ്ധിയല്ല. ഇപ്പൊ നമ്മൾ നോട്ടപ്പുള്ളികളാ. ജെ വെറുതെ ഇരിക്കില്ല. കുറച്ച് ദിവസം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ട. ഇവിടെ ഒരുത്തനും വരില്ല.